ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് കണ്ണൂരിലോട്ട് പോവുകയാണ്. കണ്ണൂരിൽ മുത്തപ്പനെ കാണണം, കണ്ണൂരിലെ ബാക്കി കാഴ്ചകളൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് വണ്ടി വീടിൻ്റെ കുറച്ച് അപ്പുറത്താണ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആശു ചെറിയ കുട്ടിയായിരുന്ന സമയം മുതൽ അച്ഛൻ പറയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് ആശുക്ക് ചോറ് കൊടുക്കണം എന്നൊക്കെ. അന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പോക്ക് മാറ്റി വെച്ച് പിന്നെ ഏട്ടനൊക്കെ ലീവിൽ വരുന്ന സമയമായപ്പോഴത്തേക്കും അച്ഛന് വയ്യാണ്ടായി. അപ്പോൾ അച്ഛനും ഇല്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം നിറവേറ്റാനായിട്ട് ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് കണ്ണൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും കൂടി കുറേ ദിവസത്തിന് ശേഷം കാണുകയാണ്. വണ്ടിയിൽ ട്രാവൽ ചെയ്യും കൂടി ചെയ്യല്ലേ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് അവരൊക്കെ. അപ്പോൾ ഷോപ്പിൽ ഒഴിവില്ലാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കടയിലൊക്കെ വണ്ടി നിർത്തി ഏട്ടനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടോട്ടി എത്തിയപ്പോഴത്തേക്ക് അച്ഛൻ്റെ സ്വന്തം മുണ്ടംപറമ്പിൽ രജനി ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവരൊക്കെ കൂട്ടി ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അവർ വണ്ടിയിലോട്ട് കയറിയപ്പോൾ തന്നെ പ്രത്യേക ഊർജ്ജം കയറിയതുപോലെയായിരുന്നു കേട്ടോ. രണ്ടുപേർ നന്നായി സംസാരിക്കും, സമയം പോകുന്നത് അറിയേയില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാക്കുന്നതും തമാശ പറയുന്നതൊക്കെ കേട്ട് എല്ലാവർക്കും വയറ് വേദനിക്കൽ തുടങ്ങി ചിരിച്ച്. രാവിലെ അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, പ്രസാദമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് പോകുന്ന തിരക്കിനിടയിൽ. അപ്പോൾ തൂക്കാത്തത്തോടു കൂടി ഇങ്ങോട്ടും എടുത്തതാണ്. എല്ലാവരും വണ്ടിയിൽ നിന്ന് കണ്ണപ്പാസൊക്കെ കഴിക്കുന്നുണ്ട്. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി നാരങ്ങ മിഠായിയും കടിച്ചാപ്പറിച്ചും തേൻ മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് കുട്ടികളുടെ ഡാൻസും പാട്ടും. ആശി അല്ലേക്കത് ഒരു ഉറക്കമൊക്കെ എണീറ്റ് വന്ന് പൊരി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മാഹി എത്തിയപ്പോഴത്തേക്കും പെട്രോളും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും ഫ്രഷപ്പായി യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും ചായ കുടിക്കാനുള്ള ഒരു മൂഡിലായി. അപ്പോൾ നല്ലൊരു കോഫി ഷോപ്പിലൊക്കെ വണ്ടി നിർത്തി. കോഫി ഷോപ്പിൻ്റെ പുറത്ത് തന്നെ വെറൈറ്റി സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കയറുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഉള്ളിലോട്ട് കയറിയത്. അപ്പോൾ ഞങ്ങളവിടെ വന്നിരുന്ന് ചേച്ചി ആശയൊക്കെ ഹൈഫൈ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ കോഫിയും ചായക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വന്നു. സ്നാക്സും കാര്യങ്ങളൊക്കെ വന്നു. അതിലേതാ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവരവർക്ക് വേണ്ട സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് കോഫിയും ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 8-8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പറശ്ശിനിക്കടവിലെത്തി. നല്ല തിരക്കുണ്ട്, വേഗം ഇറങ്ങിക്കോളി നിസ്ക അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ബാക്കിലോട്ട് നോക്കിയപ്പോഴത്തേക്കും ഏട്ടന്മാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുത്തി എണീപ്പിച്ച് ഞങ്ങളെല്ലാവരും പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ കാര്യം ശരിയാണ്, നല്ല തിരക്കായിരുന്നു. പാർക്കിങ്ങിന് പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. ലഗേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് അത്യാവശ്യത്തിന് കുട്ടികൾക്ക് വേണ്ട വെള്ളം കാര്യം മാത്രം കയ്യിലെടുത്ത് ഞങ്ങൾ വേഗം അമ്പലത്തിലോട്ട് തൊഴാൻ വേണ്ടിയിട്ട് പോയി. അമ്പലത്തിലോട്ടുള്ള വഴിയിൽ 2 സൈഡിലെ കടകളിലൊക്കെ രാത്രി ആയതുകൊണ്ട് ലൈറ്റൊക്കെ കത്തിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ആശി ഇപ്പം തന്നെ കണ്ടപ്പോൾ പറയൽ തുടങ്ങി വാവനെ വേണമെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേഗം മുന്നോട്ട് കടന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിലോട്ട് എത്തിയിട്ട് പുഴയിലിറങ്ങി കാലൊക്കെ കഴുകി ആശിക്കുട്ടീൻ്റെ കാലൊക്കെ അച്ഛൻ കഴുകി കൊടുത്തുകൊണ്ടിരിക്കുക. വെള്ളം കണ്ടിട്ട് അവിടുന്ന് കയറി പോരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കാലൊക്കെ കഴുകി മുത്തപ്പൻ്റെ സന്നിധിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലിയപ്പോഴേക്കും ഒരു ചെറിയ പൂച്ചോർക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മുത്തപ്പനെ അവൾക്കും കാണിച്ചു കൊടുക്കേണ്ടത് വിചാരിച്ചിട്ട് അവളെ കരയിപ്പിക്കാതെ മെല്ലെ ഉണർത്തി അമ്പലത്തിനുള്ളിലോട്ട് മെല്ലെ കയറി പോവാണ്. അപ്പോൾ എല്ലാവരും മുത്തപ്പനെ കണ്ട് മനസ്സുരുകി പ്രാർത്ഥിച്ചു. കുറച്ച് സമയം അമ്പലത്തിനുള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്തു. ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും മുത്തപ്പൻ്റെ പ്രസാദം വിതരണം ചെയ്യുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ഒരേലയിൽ പ്രസാദം കിട്ടി എല്ലാവരും കൂടി കഴിച്ചു. അമ്പലത്തിൻ്റെ പുറത്ത് മുത്തപ്പൻ്റെ കൂട്ടുകാർ സഹചാരികളായിട്ടുള്ള നായകളുടെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം മുത്തപ്പൻ്റെ അടുത്ത് വന്നിട്ട് ആരും വിശന്ന് പോവില്ല എന്നാണ് പറയുക. ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ് വലിയൊരു സംഭവം തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് പറശ്ശിനിക്കടവിൽ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പുണ്യകാര്യം തന്നെയാണ്. ഇവിടെ കിട്ടുന്ന ചോറിനും സാമ്പാറിനും മോരുകറിക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഒരു പ്രത്യേക നൊസ്റ്റാൾജിക് ഫീലാണ് തരുന്നത്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് അവിടുത്തെ ഓരോ ചുമരുകളിൽ മുത്തപ്പന് വേണ്ടിയിട്ട് കലാകാരന്മാർ സമർപ്പിച്ചിട്ടുള്ള മുത്തപ്പൻ്റെ ഓരോരോ വ്യത്യസ്തമായ ചിത്രങ്ങൾ. ഞങ്ങളുടെ മുന്നേ ചേച്ചി എണീത്തൊക്കെ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് പോയി. ഞങ്ങൾ 3 ബെഡുള്ളൊരു റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ എണീറ്റ് കുളിയും ഒരുക്കമൊക്കെ കഴിഞ്ഞ ശേഷം കുട്ടികളൊക്കെ എണീപ്പിച്ച് കുളിച്ചൊരുക്കി നിർത്തി. കുട്ടികളെ എണീപ്പിക്കാനായിരുന്നില്ല പാട്.
അച്ഛന്മാരെയൊക്കെ എണീപ്പിക്കാനായിരുന്നു പാട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോന്നു. 7:30 മുതലാണ് ഇവിടെ ചോറൂണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ടോക്കൺ നമ്പർ 7ഉം 8ഉം ആയിരുന്നു. അപ്പോൾ അത് വിളിക്കുന്നത് വരെ അച്ഛനും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നായക്കുട്ടീനെ കണ്ടപ്പോൾ അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആശി. അതിനുശേഷം അതാ ഏട്ടൻ ആശിക്ക് ചോറ് കൊടുത്തു, അല്ലിക്ക് ഞാറും ചോറ് കൊടുത്തു. ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അമ്മി പറയുന്നത് എനിക്കും അല്ലിക്കുട്ടിക്ക് ചോറ് കൊടുക്കണമെന്നുണ്ട്. അവളും കൂടി വന്നിട്ട് അല്ലിക്കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. രാവിലത്തെ നല്ല ചൂട് ചായയും പയറും തേങ്ങാപ്പൂളും അടങ്ങുന്ന ഈ പ്രസാദം ഉണ്ടല്ലോ, ഇതൊരു പ്രത്യേക കോമ്പിനേഷനാണ്. ഇവിടുന്ന് കഴിക്കുമ്പോൾ ഇതിനൊരു എന്തെന്നില്ലാത്ത രുചി കൂടിയാണ്. അമ്മയുടെ വീട്ടിലെ 2 മക്കൾക്കും കൂടി വേണ്ടിയിട്ട് പ്രസാദം കയ്യിൽ കരുതിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ മെല്ലെ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അല്ലിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. കുട്ടികൾക്കൊക്കെ വിശപ്പിൻ്റെ വിളി വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ചെറിയ ഹോട്ടലിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇവിടെ മുത്തപ്പൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നോൺ വെജും കാര്യങ്ങളൊക്കെ കഴിക്കാം. എന്താ ഓർഡർ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ കുട്ടികൾക്കൊക്കെ അവരോട് ഇഷ്ടത്തിന് എല്ലാവരും പറഞ്ഞത്. അപ്പം മിച്ചു പൊറാട്ടയും മുട്ടക്കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആമിയാണെങ്കിലും മസാല ദോശ. എത്തിയപ്പോൾ ആമിക്ക് വേണം പൊറാട്ടയും മുട്ടക്കറി. പിന്നെ അതിനായി അവിടെ 2 പേരും ആടി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മുത്തപ്പൻ്റെ തറവാട്ട് അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറശ്ശിനിക്കടവ് അമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ മുത്തപ്പൻ്റെ തറവാട്ടിലോട്ടുള്ളൂ. മുത്തപ്പൻ ഇവിടെ നിന്നാണ് പറശ്ശിനിക്കടവിലോട്ട് പോയത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടെയൊക്കെ തൊഴുത് ഇറങ്ങിയ ശേഷം ഞങ്ങളോട് നെസിക്കാക്ക പറഞ്ഞു, നല്ല ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് ഇവിടെ അടുത്തുണ്ട്, നമുക്ക് പോയാലോ എന്ന്. ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നമുക്ക് പോയി നോക്കാമെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറേ ഫാമിലീസ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചിതിലൂടെ വരുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ് തോന്നുന്നുണ്ട്. ഇതുപോലത്തെ വഴികളൊക്കെ കണ്ടപ്പോൾ പഴയ അമ്മമ്മയുടെ വീടാണ് ഓർമ്മ വന്നത്. അമ്മമ്മ വീട്ടിൽ നിന്ന് അമ്മമ്മയുടെ കസിൻസിൻ്റെ വീട്ടിലേക്കൊക്കെ ഞങ്ങൾ ഇതുപോലെ തന്നെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാറുമില്ല. അപ്പോൾ അവിടെ ആ വീടുകളൊന്നും ആരും ഇല്ലതാനും. ആശുക്കുട്ടി അച്ഛൻ്റെ തോളിൽ നിന്ന് സുഖമായിട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കില്ല. പോകുന്ന വഴിയിലൊക്കെ ഫുൾ കൃഷി സ്ഥലങ്ങളായിരുന്നു. തെങ്ങിൻ തോപ്പുകളും അതുപോലത്തെ വാഴത്തോട്ടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ വലിയൊരു തേനീച്ചക്കൂട്. ഏട്ടനൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താവും അവസ്ഥ എന്ന്. അതിൻ്റെ അവസാനം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു കള്ള് ഷോപ്പാണ് കേട്ടോ. ഇവിടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ഫുഡ് കിട്ടും. കള്ള് കുടിക്കേണ്ടവർക്ക് കള്ള് കുടിക്കാം, ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വന്നിരിക്കും. തെങ്ങിൻ്റെ കുറ്റികളാണ് ഇവിടെ സ്റ്റൂളാക്കിയൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ അല്ലീനോട് ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു അപ്പൂപ്പൻ ദാമിയോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുള്ള ഭക്ഷണമൊക്കെ വന്നിട്ടോ. ഒരു അടിപൊളി 1.5 പ്ലാറ്റർ തന്നെ ആയിരുന്നു അത്. അതിൽ കക്കയിറച്ചി ഉണ്ടായിരുന്നു, താറാവിറച്ചി ഉണ്ടായിരുന്നു, കള്ളപ്പ ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, തലക്കറി ഉണ്ടായിരുന്നു, താറാവിറച്ചി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല എരിയും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലിക്കുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ അവൾ ഉറങ്ങി. നമ്മുടെ ചേച്ചി വെജിറ്റേറിയൻ ആട്ടോ. ചേച്ചി ഒന്നും കഴിക്കില്ല. അപ്പോൾ ചേച്ചി കമ്പനിക്ക് വേണ്ടി വന്നു എന്ന് മാത്രം. എല്ലാവരും വയറും മനസ്സും നിറഞ്ഞത് ആ വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ പാലത്തിൻ്റെ മുകളിൽ നിന്ന് മുത്തപ്പൻ്റെ അമ്പലവും ബോട്ടിങ്ങും കാണുന്ന കാഴ്ചയാണിത്. ഇനി അടുത്തത് കണ്ണൂരിൽ എവിടെ പോകാമെന്ന് നിങ്ങൾ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു സ്നേക്ക് പാർക്ക് ഉള്ളത് ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്. വണ്ടി നേരെ സ്നേക്ക് പാർക്കിലോട്ട് വിട്ടു. സ്നേക്ക് പാർക്കിൽ കണ്ട വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ ചൂടോടുകൂടി ലൈവായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ലൈവ് കാണാത്തവരെല്ലാവരും പോയി കാണണേ. അപ്പോൾ ഞങ്ങൾ പാർക്ക് കണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറി നിന്നപ്പോഴാണ് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് മിഠായി പീടിക കണ്ടത്. അവിടെ നമ്മുടെ പഴയ എള്ളുണ്ടയും നാരങ്ങ മിഠായിയും ജീരക മിഠായിയും നമ്മുടെ നുറുക്കും അതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ടതും നെല്ലിക്കുപ്പിലിട്ടും ക്യാരറ്റ് ഉപ്പിലിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ച് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇനി പ്രത്യേകിച്ച് വേറെ എവിടെയും പോകുന്നില്ല കേട്ടോ. മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പറയുമായിരുന്നു അച്ഛനൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇതിലേറെ രസമായിരിക്കും നമ്മളുടെ ഇന്നത്തെ ട്രിപ്പ് എന്നൊക്കെ.
അച്ഛനായിരുന്നു ഇവരെ ട്രിപ്പിനും കാര്യങ്ങൾക്കൊക്കെ ഒപ്പം കൂടെ കൂട്ടിക്കൊണ്ടുപോയിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവർ മൂകാംബിക, ധനുഷ്കോടിയൊക്കെ കണ്ടുവന്നവരാണ്. അച്ഛൻ ലാസ്റ്റായിട്ട് ട്രിപ്പ് പോയതും അങ്ങോട്ട് തന്നെ. അരുണേട്ടനോടും മനുഷ്യേട്ടനോടൊക്കെ ഉണ്ണിയേട്ടൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അടുത്ത പ്രാവശ്യം ലീവിൽ വരുമ്പോഴും ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണടാ എന്നൊക്കെ. അച്ഛനെ കാണുന്നില്ല എന്നേ ഉള്ളൂ, അച്ഛൻ്റെ പ്രസൻസ് എപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇനി അച്ഛൻ്റെ മക്കളായ ഞങ്ങളുണ്ടല്ലോ ഇവരൊക്കെ കൊണ്ടുപോകാനായിട്ട്. സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ സമയം പോയത് അറിഞ്ഞതേയില്ല. വീട്ടിലെത്തണമെങ്കിൽ 11-12 മണിയാവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുട്ടികൾക്ക് ഐസ്ക്രീമും മാസിയൊക്കെ വേണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കൽ തുടങ്ങി. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ എല്ലാവരും കൂടി ടേബിളിലൊക്കെ വന്നിരിക്കുകയാണ്. ഞങ്ങളൊരു പ്ലാറ്ററായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ അത് എത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് സാലഡും കാര്യങ്ങളൊക്കെ തന്നു. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ എത്തിയിട്ടു. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലോട്ട് യാത്ര തിരിച്ചു. ഞങ്ങളുടെ കണ്ണൂർ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.